ഹലോ ഗൈസ്, എല്ലാവർക്കും സുഗമോ ദേവി ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ പുതിയ എപ്പിസോഡിൽ എന്താണ് സംഭവിച്ചത്? നമ്മുടെ സിദ്ധാർത്ഥൻ നമ്മുടെ ബലരാമനെ കാണാൻ വരുന്നുണ്ടല്ലേ. അപ്പൊ അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ ഇടിമേൽ മറിയുമായിട്ട് നമ്മുടെ ബലരാമൻ ആകപ്പാടെ കുറിച്ച് പച്ചായിട്ടിരിക്കുമായിരിക്കും. അപ്പൊ ബലരാമനോട് നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, നീ ഒരു കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കുറെ ദിവസമായല്ലോ. ഇനി നീ എന്റെ ചന്ദ്രമതിയോട് പറഞ്ഞോളൂ, നിന്റെ മകളാണ് തനൂജ എന്ന്, എനിക്ക് ഇനി ഒരു ഭാരം സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മുടെ സിദ്ധാർത്ഥൻ പറയുമ്പോൾ നമ്മുടെ ബലരാമൻ പറയുന്നുണ്ട്, ഇനിയും നീ തന്നെ സഹിച്ചേ പറ്റൂ. ഞാൻ അവളെ ഇന്ന് ഏറ്റെടുക്കാൻ എന്താ പറയാ സമ്മതമല്ല, എനിക്ക് സമ്മതമല്ല. ഞാൻ അവള് ഒരിക്കലും ഏറ്റെടുക്കുകയില്ല. എന്റെ ചന്ദ്രമതി ഒരുപാട് വിഷമിക്കും. അവളെ വിഷമിപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബലരാമൻ പറ്റിന്റെ പുറത്താട്ടോ പറയുന്നത്. എന്നാൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ സിദ്ധാർത്ഥൻ ആകെപ്പാടെ ദേഷ്യം വരുവാ. നീ ചെയ്ത തെറ്റിന്റെ ആ ഒരു വിടുപ്പ് ചുമക്കാൻ എനിക്ക് വയ്യടാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിദ്ധാർത്ഥനും നമ്മുടെ ബലരാമൻ അവിടെ വെച്ച് ഒരു കശപിശയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ ബലരാമൻ ഓ കുറച്ചു നേരം കഴിയുമ്പോ പൊട്ടിക്കരയുന്നുണ്ട്. ഞാൻ ഇനി എന്ത് ചെയ്യും, എന്റെ മകളും നഷ്ടപ്പെട്ടു, ഇനി എന്റെ ഭാര്യയും കൂടെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ ബലരാമൻ നമ്മുടെ സിദ്ധാർത്ഥൻ കാണില്ല കേട്ടോ. പിന്നീട് അപ്പുറത്തെ രംഗാണ് കാണിക്കുന്നത്, നമ്മുടെ പ്രഭാവതിയും ചന്ദ്രമതിയും. അവര് തമ്മിൽ മുട്ടൻ ഉടക്കാണ് ഇപ്പോഴും. അപ്പൊ ചന്ദ്രമതി ആണെങ്കിൽ സിദ്ധാർത്ഥൻ അവിടെ വന്നിട്ടേ താൻ പോകും, മടങ്ങിപ്പോകും, തനുജയുടെ കാര്യത്തിൽ ഇനി ബലരാമനെ ഇടപെടത്തില്ല എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ സിദ്ധാർത്ഥന്റെ ഭാഗത്തു നിന്നും കിട്ടിയാൽ മാത്രമേ നമ്മുടെ ചന്ദ്രമതി അവിടെ നിന്ന് പോകൂ എന്നുള്ള ഒരു വാശിയിലാണ് നമ്മുടെ ചന്ദ്രമതി. സിദ്ധാർത്ഥൻ അവിടെ വരട്ടെ എന്നും പറഞ്ഞ് സിദ്ധാർത്ഥനെ കാണാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോഴാണ് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്തെ രംഗം, നമ്മുടെ ബലരാമന്റെ വീട്ടിലെ രംഗം തന്നെ കേട്ടോ. അപ്പൊ അവിടെ വെച്ച് നമ്മുടെ ബലരാമനെ കാണാതെ പോയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥൻ ഇങ്ങനെ അന്വേഷിച്ച് മുകളിലത്തെ മുറിയിലൊക്കെ ഇങ്ങനെ പോയി നോക്കുമ്പോൾ ഒരു മുറി ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബലരാമൻ നിൽക്കുവാണ്. ബലരാമനാണെങ്കിൽ കയ്യിൽ തോക്കൊക്കെ ആയിട്ടാ നിൽക്കുന്നത്. ആ ഒരു തോക്ക് നമ്മുടെ സിദ്ധാർത്ഥനെ നേരെ ചൂണ്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് മരിക്കാൻ പേടിയുണ്ടോ എന്നൊക്കെ നമ്മുടെ സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, നീ എന്താ ബലരാമയെ കാണിക്കുന്നത്, നീ ഫിറ്റാണ്, നീ തോക്ക് താഴെ ഇടുന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പറയുന്നുണ്ടെങ്കിൽ അപ്പൊ ബലരാമൻ നമ്മുടെ സിദ്ധാർത്ഥന്റെ കയ്യിൽ തോക്ക് പിടിപ്പിച്ചിട്ട്, നീ എന്നെ കൊല്ലണം, ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് ഇതാണ് ശിക്ഷ, നിന്റെ കൈകൊണ്ട് തന്നെ എനിക്ക് മരണം വേണം എന്നൊക്കെ പറഞ്ഞ്, നിന്നേലും എന്നെ കൊല്ലാനുള്ള യോഗ്യത വേറെ ആർക്കും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ തോക്ക് നമ്മുടെ സിദ്ധാർത്ഥന്റെ കയ്യിൽ കൊടുത്തിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മലപ്പെടുത്താം കേട്ടോ ആ ഒരു വെടി പൊട്ടിക്കാൻ വേണ്ടി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബലം പിടിച്ച് ലാസ്റ്റ് വെടി പൊട്ടുന്നുണ്ട്. നാട്ടുകാരൊക്കെ ഈ ഒരു സൗണ്ട് കേട്ട് ഓടി നമ്മുടെ ബലരാമന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നാട്ടുകാര് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ബലരാമൻ അവിടെ മരിച്ചു കിടക്കുന്നു, വെടികൊണ്ട് മരിച്ചു കിടക്കുന്നു. നമ്മുടെ സിദ്ധാർത്ഥൻ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പൊ എന്തായാലും നാട്ടുകാരുടെ കണ്ണിൽ നമ്മുടെ സിദ്ധാർത്ഥനാണ് ഇപ്പോൾ ബലരാമനെ കൊന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ നാട്ടുകാരെല്ലാരും കൂടി നമ്മുടെ സിദ്ധാർത്ഥനെ ഒരു മുറിയിൽ പൂട്ടിയിടുന്നുണ്ട്, പോലീസ് വരുന്നതിന് മുമ്പ് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി കേട്ടോ. ആ ഒരു സമയത്ത് നന്ദൻ അവിടെ എത്തുന്നുണ്ട്. അപ്പൊ നന്ദൻ നോക്കുമ്പോൾ നമ്മുടെ അച്ഛനെ കുറെ നാട്ടുകാരൊക്കെ കൂടി മുറിയിൽ പൂട്ടിയിടുന്ന ഒരു നേരത്താണ് നന്ദൻ വരുന്നത്. അപ്പൊ നന്ദൻ അച്ഛനെ പറഞ്ഞു വിടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒച്ചയുണ്ടാക്കുമ്പോൾ നമ്മുടെ നന്ദനെയും കൂടി നമ്മുടെ ഈ സിദ്ധാർത്ഥന്റെ അടുത്ത് ഇങ്ങനെ നാട്ടുകാർ പൂട്ടിയിടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അപ്പൊ നന്ദൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, എന്താ അച്ഛൻ ഇവിടെ സംഭവിച്ചത്, എന്താ ബലരാമൻ അങ്കിളിന് സംഭവിച്ചത്, അച്ഛന്റെ കയ്യിൽ നിന്നും പറ്റിയതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥനോട് ഉണ്ടായ കാര്യം പറയുകയാണ്. ഇങ്ങനെ മലപ്പുറത്ത് നടന്നപ്പോൾ ബലരാമന്റെ കയ്യിൽ നിന്നും തന്നെ വെടി വീണതാണ്, അത് ബലരാമന് തന്നെ ഏൽക്കുകയും ചെയ്തു, ബലരാമൻ മരിക്കുകയും ചെയ്തു എന്നൊക്കെ നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ നന്ദൻ അവിടെ ഒരു ബാൽക്കണി ഡോർ ഉണ്ടാകും, അവിടെ കൂടി നാട്ടുകാരൊന്നും കാണാതെ കാറിൽ കയറി അവിടെ രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എന്തിനാ പോകുന്നത്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞാൻ രക്ഷപ്പെടുന്നത് എന്തിനാ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ നന്ദൻ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ സിദ്ധാർത്ഥനെ അവിടെ നിന്നും ആ വീട്ടിൽ നിന്നും നാട്ടുകാരുടെ കണ്ണിൽ പെടാതെ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ദേവിക്ക് ഒരു പാർട്ടിക്കാരന്റെ ഇന്നും കോള് വരുവാ, ഇങ്ങനെ ബലരാമന്റെ മരണ വാർത്ത അറിയിച്ചിട്ട്. സിദ്ധാർത്ഥൻ അവിടെയുണ്ട്, സിദ്ധാർത്ഥനും പങ്കുണ്ടെന്നാണ് ഇപ്പോൾ വാർത്ത എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു പാർട്ടിക്കാരൻ നമ്മുടെ ദേവികയെ വിളിച്ച് പറയുന്നുണ്ട്. ദേവിക അത് പ്രഭാവതി അറിയിക്കുന്നുണ്ട്. പ്രഭാവതി നമ്മുടെ ദേവികയും കൂടി ചന്ദ്രമതി എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കണമല്ലോ. അപ്പൊ ബലരാമൻ മരിച്ച കാര്യമൊന്നും പറയില്ല, അല്ലാതെ അവിടെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, അവിടെ സിദ്ധാർത്ഥനും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ ഇരുന്ന് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാമെന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകുക. അവിടെ ചെല്ലുമ്പോഴാണ് ബലരാമൻ മരിച്ച വിവരം നമ്മുടെ ചന്ദ്രമതി അറിയുന്നുണ്ട്. ശേഷം നമ്മുടെ ബലരാമന്റെ അടുത്ത് വന്ന് ഇങ്ങനെ വാവിട്ടലറി കരയുന്ന ഒരു നിമിഷങ്ങളിലാട്ടോ കൂട്ടുകാരെ നമുക്ക് ആ ഒരു എപ്പിസോഡ് അവസാനിക്കുക. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അൺപ്രഡിക്റ്റബിൾ ആണല്ലേ കൂട്ടുകാരെ. നമ്മുടെ സിദ്ധാർത്ഥന്റെ ജീവിതം എന്തായാലും ഗോവിന്ദ അല്ലെ. എന്തായാലും കാത്തിരുന്നതിനെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.